പാലക്കാട് എലപ്പുള്ളിയിൽ ബ്രൂവറി നിർമ്മാണവുമായി സർക്കാർ മുന്നോട്ട്. ഒയാസിസ് കമ്പനിയുടെ പദ്ധതി ഇന്ന് ചേരുന്ന ഏകജാലക ക്ലിയറൻസ് ബോർഡ് പരിഗണിക്കും. പാടം നികത്തലും അനധികൃത ഭൂമി കൈവശം വെക്കലുമടക്കം നിരവധി വിഷയങ്ങളാണ് CPI അടക്കമുള്ള പാർട്ടികളും സംഘടനകളും നേരത്തെ പദ്ധതിക്കെതിരെ ഉന്നയിച്ചിരുന്നത്. പാലക്കാട് എലപ്പുള്ളിയിൽ ഒയാസിസിന്റെ മദ്യനിർമ്മാണ കമ്പനി ഉടൻ വരും എന്ന് തോന്നിച്ചെങ്കിലും ഉയർന്നുവന്ന വൻ വിവാദത്തിൽ പദ്ധതി തന്നെ നിശ്ചലമാവുകയായിരുന്നു. പ്രാദേശികമായ എതിർപ്പിനൊപ്പം ഭരണമുന്നണിയിലെ പ്രധാന കക്ഷിയായ CPIയുടെ എതിർപ്പും കമ്പനിക്ക് തിരിച്ചടിയായി. വിഷയം ഇപ്പോഴും ഹൈക്കോടതിയുടെ പരിഗണനയിലുമാണ്. അതിനിടയിലാണ് സിംഗിൾ വിൻഡോ ക്ലിയറൻസ് ബോർഡ് മീറ്റിംഗ് ഇത് അജണ്ടയായി പരിഗണിക്കുന്നത്. വിവിധ വകുപ്പുകളുടെ സെക്രട്ടറിമാരടക്കമാണ് ചീഫ് സെക്രട്ടറി അധ്യക്ഷനായ ബോർഡ് യോഗത്തിലുണ്ടാവുക. യോഗത്തിന്റെ 11ാമത് അജണ്ടയായി ഉൾപ്പെടുത്തിയതിൽ ഭൂമി തരം മാറ്റം, ഭൂപരിഷ്കരണ നിയമത്തിൽ ഇളവടക്കമുള്ള വിഷയങ്ങളുണ്ട്. എങ്ങനെയാകും ഇതിൽ തുടർ നടപടി എന്നുള്ളതാണ് പ്രധാനം. ആകെയുള്ള 24 ഏക്കർ ഭൂമിയിൽ 5.89 ഏക്കർ പാടം കുടിവെള്ള സംഭരണിയായി മാറ്റാനുള്ള അപേക്ഷയാണ് ഇതിൽ പ്രധാനപ്പെട്ടത്. കമ്പനിക്ക് കൈവശം വയ്ക്കാൻ പറ്റുന്ന പരമാവധി ഭൂമിയുടെ അളവിൽ നിന്ന് 10 ഏക്കറോളം ഭൂമി അധികമാണ് കമ്പനിയുടെ ഭൂമി. അതുകൊണ്ട് തന്നെ ഭൂപരിഷ്കരണ നിയമത്തിൽ ഇളവ് വേണമെന്നും ആവശ്യമുണ്ട്. സിംഗിൾ വിൻഡോ ക്ലിയറൻസ് ബോർഡിൽ വരുന്നതോടെ എത്രയും പെട്ടെന്ന് വിവിധ വകുപ്പുകളുടെ ഏകോപനം ഉണ്ടാകുമെന്നാണ് കമ്പനിയുടെ കണക്കുകൂട്ടൽ. റിപ്പോർട്ടർ, തിരുവനന്തപുരം.